ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിപിൻ ചന്ദ്രയുടെ മോഡേൺ ഇന്ത്യയുടെ മൂന്നാമത്തെ ചാപ്റ്ററാണ് യൂറോപ്യരുടെ ഉൾപ്രവേശനവും ഇന്ത്യയുടെ മേൽ ബ്രിട്ടീഷുകാരുടെ വിജയവും എന്ന ചാപ്റ്റർ. ഇനി നമുക്ക് പറയാനുള്ളത് ബംഗാളിലെ ബ്രിട്ടീഷ് ആധിപത്യത്തെക്കുറിച്ചാണ്. ഇന്ത്യക്ക് മേൽ ബ്രിട്ടീഷുകാരുടെ രാഷ്ട്രീയ ആധിപത്യം 1757 പ്ലാസി യുദ്ധം തൊട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ വർഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യങ്ങൾ ബംഗാളിലെ നവാബ് സിറാജ് ദൗളയെ തോൽപ്പിച്ചു. ദക്ഷിണേന്ത്യയിൽ ഫ്രഞ്ചുകാരുമായി നേരത്തെ നടത്തിയ ബ്രിട്ടീഷ് പോരാട്ടങ്ങൾ പൂർണ്ണ വേഷവിധാനങ്ങളോട് കൂടിയ പരിശീലന പ്രകടനം മാത്രമായിരുന്നു. അവിടെ അവർ പഠിച്ച പാഠങ്ങൾ അവർ വിജയകരമായി ബംഗാളിൽ പരീക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 1757 ബ്രിട്ടീഷുകാരുടെ രാഷ്ട്രീയ ആധിപത്യം ഇന്ത്യയിൽ വന്നു. നമുക്കറിയാം, ബംഗാളിൽ സിറാജ് ദൗളയെ തോൽപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ അവർക്ക് ലഭിച്ച വിജയങ്ങൾ അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ത്യയുടെ പ്രവിശ്യകളിൽ ഏറ്റവും ഫലഭൂയിഷ്ഠവും സമൃദ്ധവും ബംഗാളായിരുന്നു. അതിൻ്റെ വ്യവസായങ്ങളും വാണിജ്യവും വികസിതമായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും ഉദ്യോഗസ്ഥർക്കും ഈ പ്രവിശ്യയിൽ ഉയർന്ന ലാഭം നേടിയെടുക്കുന്നതിനുള്ള കച്ചവട ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. 1717 ഒരു രാജകീയ ഫർമാനിലൂടെ മുഗൾ ചക്രവർത്തിയിൽ നിന്ന് മികച്ച പദവികൾ കമ്പനി നേടിയെടുത്തു. കരമടയ്ക്കാതെ ചരക്കുകൾ ബംഗാളിൽ കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യവും അത്തരം ചരക്കുകൾ നീക്കുന്നതിന് പാസ് നൽകാനുള്ള അവകാശവും അത് കമ്പനിക്ക് നൽകുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഉദ്യോഗസ്ഥർക്കും കച്ചവടം ചെയ്യാമെന്നത് ഫർമാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ കച്ചവടക്കാരുടെ അതേ കരം അവരും നൽകണം. അപ്പോൾ കമ്പനിയുടെ ഉദ്യോഗസ്ഥർക്കും കച്ചവടം ചെയ്യാമെന്നുള്ളത് ഫർമാനിൽ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ കച്ചവടക്കാരുടെ അതേ കരം തന്നെ ആരും നൽകണം? ബ്രിട്ടീഷുകാരും നൽകണം. ഈ ഫർമാന് കമ്പനിക്കും ബംഗാളിലെ നവാബുമാർക്കും ഇടയിൽ നിരന്തര സംഘർഷത്തിന് കാരണമായി. അപ്പോൾ ഒന്നാമത് അത് ബംഗാൾ സർക്കാരിൻ്റെ വരുമാനത്തിൽ തന്നെ നഷ്ടമുണ്ടാക്കി. രണ്ടാമത് സ്വകാര്യ കച്ചവടത്തിൽ നികുതി വെട്ടിക്കാനായി കമ്പനി ഉദ്യോഗസ്ഥർ ചരക്കുകൾക്കുള്ള പാസുകൾ, അതായത് ദാസ്തക്ക് ദുരുപയോഗം ചെയ്തു. അപ്പോൾ അവർക്ക് നികുതി വെട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി ചരക്കുകൾക്കുള്ള പാസുകളിലെ അവർ ദുരുപയോഗം ചെയ്തു. ഈ പാസിന് പറയുന്ന പേരാണ് എന്ത്? ദാസ്തക്ക്. അപ്പോൾ മുർഷിദ് ഖുലി ഖാൻ മുതൽ അലിവർദി ഖാൻ വരെയുള്ള എല്ലാ നവാബുമാരും 1717 ഫർമൻ്റെ ഇംഗ്ലീഷുകാരുടെ വ്യാഖ്യാനത്തെ എതിർക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഭണ്ഡാരത്തിൽ മൊത്തമായ ഒരു തുക നിക്ഷേപിക്കുന്നതിന് കമ്പനിയെ നിർബന്ധിക്കുകയും ദാസ്തക്കിൻ്റെ ദുരുപയോഗം അടിച്ചമർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ നവാബിൻ്റെ അധികാരം സ്വീകരിക്കാൻ കമ്പനി നിർബന്ധിക്കപ്പെട്ടു. എന്നാൽ ഉദ്യോഗസ്ഥർ ഈ അധികാരത്തെ വെട്ടിച്ചു പോകാനും വെല്ലുവിളിക്കാനും ലഭ്യമായ എല്ലാ അവസരങ്ങളും അവർ ഉപയോഗപ്പെടുത്തി. അപ്പോൾ നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ ഇന്ത്യയുടെ പ്രവിശ്യകളിൽ ഏറ്റവും ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു ഏത്? ബംഗാൾ. അപ്പോൾ അതിൻ്റെ വ്യവസായങ്ങളും വാണിജ്യവും വികസിതമായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും ഉദ്യോഗസ്ഥർക്കും ഈ പ്രവിശ്യയിൽ നിന്ന് ഉയർന്ന ലാഭം നേടിയെടുക്കാനുള്ള കച്ചവട ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ 1717 ഒരു രാജകീയ ഫർമാൻ മുഗൾ ചക്രവർത്തിയിൽ നിന്ന് അവർ നേടിയെടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ കമ്പനിയുടെ ഉദ്യോഗസ്ഥർക്കും കച്ചവടം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കരമടയ്ക്കണം എന്നുള്ള ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. ഇതാണ് അവർക്കിടയിൽ നിരന്തര സംഘർഷത്തിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ബംഗാൾ സർക്കാരിൻ്റെ വരുമാനത്തിൽ തന്നെ ഭയങ്കര നഷ്ടമുണ്ടായി. ഇവരുടെ പ്രവൃത്തികൾ സ്വകാര്യ കച്ചവടത്തിൽ നികുതി വെട്ടിക്കാനായി കമ്പനി ഉദ്യോഗസ്ഥർ ചരക്കുകൾക്കുള്ള ദാസ്തക്ക് ദുരുപയോഗം ചെയ്തു. ഇതൊക്കെ തന്നെ അവിടെയുള്ള ഭരണാധികാരികളെ, നവാബുമാരെ ഇവർക്കെതിരെ തിരിക്കാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ മുർഷിദ് ഖുലി ഖാൻ മുതൽ അലിവർദി ഖാൻ വരെയുള്ള എല്ലാ നവാബുമാരും 1717 ഫർമാൻ്റെ ഇംഗ്ലീഷുകാരുടെ വ്യാഖ്യാനത്തെ അവർ എതിർത്തിട്ടുണ്ട്. അവരെല്ലാം ഭണ്ഡാരത്തിൽ മൊത്തമായ ഒരു തുക നിക്ഷേപിക്കുന്നതിന് കമ്പനിയെ നിർബന്ധിക്കുകയും ദാസ്തക്കിൻ്റെ ദുരുപയോഗം അടിച്ചമർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ നവാബിൻ്റെ അധികാരം സ്വീകരിക്കാൻ കമ്പനി നിർബന്ധിക്കപ്പെട്ടു. എന്നാൽ ഉദ്യോഗസ്ഥർ ഈ അധികാരത്തെ വെട്ടിച്ചു പോകാനും വെല്ലുവിളിക്കാനും ലഭ്യമായിട്ടുള്ള എല്ലാ അവസരങ്ങളും അവർ ഉപയോഗിച്ചു.
അപ്പോൾ ചെറുപ്പക്കാരനും മുൻകോപിയുമായിട്ടുള്ള സിറാജുദ്ദൗള പിതാമഹനായിട്ടുള്ള അലിവർദി ഖാനെ പിന്തുടർന്നുകൊണ്ട് അധികാരത്തിലെത്തിയപ്പോൾ 1756 കാര്യങ്ങൾ പ്രതിസന്ധിയിലായി മാറുകയാണ് ചെയ്തത്. അതായത് മുർഷിദ് ഖോലി ഖാൻ്റെ കാലത്തെ അതേ വ്യവസ്ഥയിൽ കച്ചവടം നടത്തണമെന്ന് അദ്ദേഹം ഇംഗ്ലീഷുകാരോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ചെറുപ്പക്കാരനും മുൻകോപിയുമായ ഒരാളായിരുന്നു ആര്? സിറാജുദ്ദൗള. അദ്ദേഹം പിതാമഹനായ അലിവർദി ഖാനെ പിന്തുടർന്നുകൊണ്ട് അധികാരത്തിലെത്തി. 1756 ആയിരുന്നു അധികാരത്തിൽ വന്നിരുന്നത്. ഈ ഒരു സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ഒരു കാര്യം ആവശ്യപ്പെട്ടു. എന്താണത്? മുർഷിദ് ഖോലി ഖാൻ്റെ കാലത്തെ അതേ വ്യവസ്ഥയിൽ കച്ചവടം നടത്തണമെന്ന്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഫ്രഞ്ചുകാർക്കെതിരെ വിജയം നേടി ശക്തരായി എന്ന് അഭിമാനിച്ച ഇംഗ്ലീഷുകാർ അതനുസരിക്കാൻ അവർ തയ്യാറായില്ല. അപ്പോൾ ചരക്കിന്മേൽ നവാബിന് കരമെടുക്കാൻ സമ്മതിക്കുന്നതിന് പകരം അധീനതയിലുള്ള കൽക്കട്ടയിൽ പ്രവേശിക്കുന്ന ഇന്ത്യയുടെ ചരക്കുകളിൽ അവർ ഭാരിച്ച നികുതി ചുമത്തി. അപ്പോൾ അവിടെയുള്ള ചരക്കുകൾക്ക് നികുതി കൊടുക്കുന്നതിന് പകരം അവരെന്താ ചെയ്തത്? അവരുടെ അധീനതയിലുള്ള കൽക്കട്ടയിൽ പ്രവേശിക്കുന്ന ഇന്ത്യയുടെ ചരക്കുകൾക്ക് അവർ ഭാരിച്ച നികുതി ചുമത്തി. ഇതൊക്കെ ചെറുപ്പക്കാരനായ നവാബിനെ സ്വാഭാവികമായിട്ടും അലോസരപ്പെടുത്തുകയും ദേഷ്യപ്പെടുത്തുകയും ചെയ്തു. കമ്പനി വൈരം പുലർത്തുന്നെന്നും ബംഗാളിലെ സിംഹാസനത്തിലേക്ക് എതിരാളികളെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും അദ്ദേഹം സംശയിച്ചു. അപ്പോൾ ഈ ഒരു സമയത്ത് ചന്ദർനഗറിൽ പാളയമുറപ്പിച്ചിരുന്ന ഫ്രഞ്ചുകാരുമായി യുദ്ധമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കമ്പനി കൽക്കട്ടയിൽ കോട്ട കെട്ടി തുടങ്ങിയത് സംഘർഷത്തിന് വഴിതെളിച്ചു. അപ്പോൾ ചന്ദനഗറിൽ പാളയമുറപ്പിച്ചിരുന്ന ഫ്രഞ്ചുകാരുമായിട്ട് യുദ്ധമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കമ്പനി എന്ത് ചെയ്തു? കൽക്കട്ടയിൽ ഒരു കോട്ട കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇതും സംഘർഷത്തിൻ്റെ ആക്കം കൂട്ടി. ഇത് തൻ്റെ പരമാധികാരത്തിന്മേലുള്ള ഒരു കടന്നാക്രമണമാണെന്ന് ആർക്ക് തോന്നി? സിറാജുദ്ദൗളയ്ക്ക് തോന്നി. അപ്പോൾ തൻ്റെ രാജ്യത്ത് കോട്ട കെട്ടാനോ സ്വകാര്യ യുദ്ധങ്ങൾ നടത്താനോ ഒരു സ്വകാര്യ കമ്പനിയെ സ്വതന്ത്രനായൊരു ഭരണാധികാരി അനുവദിക്കുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതായത് യൂറോപ്പിൽ നിന്നുള്ളവരെ കച്ചവടക്കാരായി യജമാനന്മാരായിട്ടല്ല അവർ വന്നിട്ടുള്ളത്. കച്ചവടക്കാരായി തുടരാൻ അനുവദിക്കാൻ സിറാജ് തയ്യാറായിരുന്നു. പക്ഷേ അവരെ യജമാനരായിട്ട് കാണാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അപ്പോൾ കൽക്കട്ടയിലും ചന്ദർനഗറിലുമുള്ള തൻ്റെ കോട്ടകൾ പൊളിച്ചു മാറ്റാനും തമ്മിൽ യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാനും അദ്ദേഹം ഇംഗ്ലീഷുകാരോടും ഫ്രഞ്ചുകാരോടും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ കൽക്കട്ടയിലും ചന്ദർനഗറിലുമുള്ള തങ്ങളുടെ കോട്ടകൾ പൊളിച്ചു മാറ്റാനും തമ്മിൽ യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാനും അദ്ദേഹം ആരോട് ആവശ്യപ്പെടുന്നുണ്ട്? ഇംഗ്ലീഷുകാരോടും ഫ്രഞ്ചുകാരോടും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഫ്രഞ്ച് കമ്പനി അദ്ദേഹത്തിൻ്റെ കൽപ്പന അനുസരിച്ച സമയത്ത് ഇംഗ്ലീഷ് കമ്പനി വിസമ്മതിച്ചു. അതായത് സിറാജുദ്ദൗള തമ്മിൽ യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാനും അദ്ദേഹം ഇംഗ്ലീഷുകാരോടും ഫ്രഞ്ചുകാരോടും പറയുന്നുണ്ട്. അതുപോലെ കൽക്കട്ടയിലും ചന്ദർനഗറിലുള്ള കോട്ടകൾ പൊളിച്ചു മാറ്റാനും പറയുന്നുണ്ട്. അങ്ങനെ ഫ്രഞ്ച് കമ്പനി എന്ത് ചെയ്തു? അവരുടെ കൽപ്പന അനുസരിച്ചു. എന്നാൽ ഇംഗ്ലീഷ് കമ്പനി എന്ത് ചെയ്തു? വിസമ്മതിച്ചു. കർണാടകയിലെ യുദ്ധവിജയങ്ങളിൽ നിന്ന് മോഹങ്ങളും ആത്മവിശ്വാസവും ഉണർത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നവാബിൻ്റെ ആഗ്രഹങ്ങൾക്ക് എതിരായിട്ട് പോലും ബംഗാളിൽ തുടരാനും സ്വന്തം ഇഷ്ടപ്രകാരം കച്ചവടം ചെയ്യാനും കമ്പനി തീരുമാനിച്ചു. അപ്പോൾ നവാബിൻ്റെ ആഗ്രഹങ്ങൾക്ക് എതിരായിട്ട് പോലും ബംഗാളിൽ തുടരാനും സ്വന്തം ഇഷ്ടപ്രകാരം കച്ചവടം ചെയ്യാനും കമ്പനി തീരുമാനിച്ചു. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളിലും ബ്രിട്ടീഷ് ഗവൺമെൻറ് എടുത്ത നിയന്ത്രണം കമ്പനി അംഗീകരിക്കുകയാണ് ചെയ്തത്. എല്ലാ മേഖലകളിലും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ നിയന്ത്രണം കമ്പനി അംഗീകരിച്ചു. ബ്രിട്ടനിലെ കച്ചവടത്തിന്മേലും അധികാരത്തിന്മേലും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പരിമിതികളെ കമ്പനി സ്വീകരിച്ചു. 1693 ചാർട്ടർ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പിൻവലിച്ച സമയത്ത് കിഴക്കുമായി കച്ചവടം ചെയ്യാനുള്ള അവകാശം കമ്പനിക്ക് മാത്രമായിരുന്നു. 1693 ചാർട്ടർ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പിൻവലിച്ച സമയത്ത് കിഴക്കുമായി കച്ചവടം ചെയ്യാനുള്ള അവകാശം കമ്പനിക്ക് മാത്രമായിരുന്നു. അപ്പോൾ ബ്രിട്ടനിലെ രാജാവിനും പാർലമെൻറ്റിനും രാഷ്ട്രീയക്കാർക്കും ഭീമമായ കൈക്കൂലി നൽകി. ഒരു വർഷത്തിൽ മാത്രം 80,000 പൗണ്ട് കൈക്കൂലിയായിട്ട് നൽകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് രാജാവിനും പാർലമെൻറ്റിനും 80,000 പൗണ്ടിന് മേലെ 80,000 പൗണ്ടോളം കൈക്കൂലിയായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ബംഗാൾ നവാബിൻ്റെ കൽപ്പന എന്ത് തന്നെ ആയാലും ബംഗാളിൽ സ്വതന്ത്രമായി കച്ചവടം ചെയ്യാനുള്ള പരിപൂർണ അവകാശം ഇംഗ്ലീഷ് കമ്പനി ആവശ്യപ്പെട്ടു.
ഇത് നവാബിൻ്റെ പരമാധികാരത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയായിരുന്നു. അപ്പം ഈ ഒരു അവസ്ഥ ഭരണാധികാരിക്കും സ്വീകരിക്കാൻ കഴിയുന്നതല്ല. അപ്പം ഇംഗ്ലീഷുകാരുടെ മനസ്സിലിരിപ്പ് ദൂരവ്യാപകമായ ഫലങ്ങൾ കാണാൻ തക്ക രാജ്യതന്ത്രജ്ഞത സിറാജുദ്ദൗലയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കൊണ്ട് നാട്ടിലെ നിയമം അനുസരിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അനാവശ്യമായ ധൃതിയോടുകൂടി മതിയായ തയ്യാറെടുപ്പില്ലാതെ സിറാജുദ്ദൗല കാസിം ബസാറിലെ ഇംഗ്ലീഷ് ഫാക്ടറി പിടിച്ചെടുത്തു. കൽക്കട്ടയിലേക്ക് അദ്ദേഹം മുന്നേറുകയും 1756 ജൂൺ 20 വില്യം കോട്ട കൈവശപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം തൻ്റെ അനായാസ വിജയം ആഘോഷിക്കാൻ കൽക്കട്ടയിലേക്ക് പിന്മാറിയ സമയത്ത് സ്വന്തം കപ്പലുകളുമായി രക്ഷപ്പെടാൻ ഇംഗ്ലീഷുകാർക്ക് അവസരം കിട്ടി. അപ്പോൾ എതിരാളികളുടെ ശക്തി കുറച്ചു കണ്ടതുകൊണ്ട് അതൊരു പിഴയായി മാറി ആർക്ക്? ഇംഗ്ലീഷുകാർക്ക്. അപ്പോൾ ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു ഭരണാധികാരി ആയിരുന്നു ആര്? സിറാജുദ്ദൗല. അദ്ദേഹം കാസിം ബസാറിലെ ഇംഗ്ലീഷ് ഫാക്ടറി പിടിച്ചെടുക്കുകയും കൽക്കട്ടയിലേക്ക് മുന്നേറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ 1756 ജൂൺ 20 വില്യം കോട്ട കൈവശപ്പെടുത്തുന്നുണ്ട്. നാവിക ആധിപത്യത്താൽ സംരക്ഷിതമായി കടലിന് സമീപമുള്ള ഫുൾട്ടയിൽ ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥർ അഭയം തേടി. അപ്പോൾ ഈ സിറാജുദ്ദൗലയുടെ എതിർപ്പിൽ നിന്നും ഓടി രക്ഷപ്പെട്ട അവർ കടലിന് സമീപമുള്ള ഫുൾട്ടയിലാണ് അഭയം തേടുന്നത്. അപ്പോൾ അവർക്ക് മദ്രാസിൽ നിന്ന് സഹായം എത്തുന്നതും കാത്തവർ കഴിഞ്ഞു. അതോടൊപ്പം നവാബ് സദസ്സിലെ പ്രമാണികളുമായി ചതിപ്രയോഗത്തിലുള്ള ഗൂഢാലോചനകളിൽ ഏർപ്പെട്ടു. അപ്പോൾ ഇവരിൽ പ്രധാനികൾ മിർബക്ഷിയായ മിർ ജാഫർ, കൽക്കട്ടയുടെ ചുമതലക്കാരനായിട്ടുള്ള മണിക് ചന്ദ്, ധനികനായ കച്ചവടക്കാരൻ അമിത് ചന്ദ്, ഏറ്റവും വലിയ പണമിടപാടുകാരനായ ജഗത് സേത്ത്, നവാബിൻ്റെ വലിയൊരു സൈനിക വിഭാഗത്തിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള ഖാദിം ഖാൻ എന്നിവരായിരുന്നു. അപ്പോൾ അഡ്മിറൽ വാട്സൻ്റെയും കേണൽ ക്ലൈവിൻ്റെയും കീഴിൽ നാവികരും സൈനികരും അടങ്ങുന്ന ശക്തമായ ഒരു സൈന്യം മദ്രാസിൽ വന്നിറങ്ങി. അപ്പോൾ അഡ്മിറൽ വാട്സൻ്റെയും കേണൽ ക്ലൈവിൻ്റെയും കീഴിൽ നാവികരും സൈനികരും അടങ്ങുന്ന ശക്തമായ ഒരു സൈന്യം മദ്രാസിൽ വന്നിറങ്ങി. 1757 തുടക്കത്തിൽ ക്ലൈവ് എടുത്തു. ഇംഗ്ലീഷുകാരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചെടുക്കാൻ നവാബിനെ നിർബന്ധിക്കുകയും ചെയ്തു. അപ്പോൾ ഇംഗ്ലീഷുകാർ എന്നാൽ അവർ തൃപ്തരായിരുന്നില്ല. അവർക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. സിറാജുദ്ദൗലയുടെ സ്ഥാനത്ത് അവരെ അനുസരിക്കുന്ന ഒരു ഉപകരണത്തെ സ്ഥാപിക്കണമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ചെറുപ്പക്കാരനായ നവാബിൻ്റെ ശത്രുക്കൾ ബംഗാളിൻ്റെ സിംഹാസനത്തിൽ മിർജാഫറിനെ പ്രതിഷ്ഠിക്കാൻ സംഘടിപ്പിച്ച ഗൂഢാലോചന സംബന്ധിച്ചതിന് ശേഷം യൗവനയുക്തനായ നവാബിനോട് ഏതാനും അസാധ്യമായ അവകാശങ്ങൾ ഉന്നയിച്ചു. തങ്ങൾക്കിടയിൽ അന്ത്യം വരെയുള്ള ഒരു യുദ്ധം വേണ്ടിവരുമെന്ന് രണ്ടു കൂട്ടരും മനസ്സിലാക്കില്ല. മുർഷിദാബാദിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരെയുള്ള പ്ലാസിയിൽ 1757 ജൂൺ 23 യുദ്ധത്തിനായിട്ട് അണിനിരന്നു. അപ്പോൾ വിധി നിർണായകമായിട്ടുള്ള പ്ലാസി യുദ്ധം പേരിൽ മാത്രമേ യുദ്ധമായിരുന്നുള്ളൂ. ആകെ കൂടി ഇംഗ്ലീഷുകാർക്ക് 29 ആളുകളും നവാബിന് 500ഓളം പേരും നഷ്ടമായി. ചതിയന്മാരായിട്ടുള്ള മിർജാഫറും റായ് ദുർലഭും നയിച്ച നവാബിൻ്റെ സൈന്യത്തിൻ്റെ വലിയൊരു വിഭാഗം യുദ്ധത്തിൽ പങ്കെടുത്തില്ല. മിർ മദൻ മോഹൻലാൽ നയിച്ച നവാബിൻ്റെ ചെറിയ ഒരു കൂട്ടം പടയാളികൾ മാത്രം ധീരമായും ഭംഗിയായിട്ടും പൊരുതി. അപ്പം നവാബ് ഓടിപ്പോകാൻ നിർബന്ധനായെങ്കിലും മിർ ജാഫറിൻ്റെ മകനായ മീരാൻ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കുകയും വധിക്കുകയും ചെയ്തു. അപ്പോൾ മിർ ജാഫറിനെ പോലുള്ള മിർബക്ഷി അദ്ദേഹം ചതിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബംഗാളി കവി നബീൻ ചന്ദ്രസേനൻ്റെ വാക്കുകളിൽ ഇന്ത്യയെ സംബന്ധിച്ച് ശാശ്വത മനോവേദനയുടെ രാത്രിയാണ് പ്ലാസി യുദ്ധത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷുകാർ മിർ ജാഫറിനെ ബംഗാളിൻ്റെ നവാബായി പ്രഖ്യാപിച്ച് പ്രതിഫലം നേടിയെടുക്കാനുള്ള ഒരുക്കമായിരുന്നു. ബംഗാളിലും ബീഹാറിലും ഒറീസയിലും സ്വതന്ത്ര വ്യാപാരം നടത്താനുള്ള അനിഷേധ്യമായ അവകാശം ആർക്ക് കിട്ടി? ഇംഗ്ലീഷുകാർക്ക് കിട്ടി. അപ്പോൾ കൽക്കട്ടയ്ക്ക് സമീപമുള്ള 24 പർഗാനകളുടെ ജമീന്ദാരി റൈറ്റ് ആർക്ക് കിട്ടി? ഇംഗ്ലീഷുകാർക്ക് കിട്ടി. അപ്പോൾ കൽക്കട്ട ആക്രമിച്ചതിനുള്ള നഷ്ടപരിഹാരമായി കമ്പനിക്കും നഗരത്തിലെ കച്ചവടക്കാർക്കും
1,77,00,000 രൂപയുടെ ഒരു തുക മിർ ജാഫർ നൽകുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ കമ്പനിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് സമ്മാനങ്ങൾ അഥവാ കൈക്കൂലിയും അയാൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ക്ലൈവിന് 2 ദശലക്ഷം രൂപയും വാട്സിന് 1 ദശലക്ഷം രൂപയും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലൈവ് പിൽക്കാലത്ത് കണക്ക് കൂട്ടിയത് കമ്പനിയും ഉദ്യോഗസ്ഥന്മാരും കൂടി 30 ദശലക്ഷം രൂപ കളിപ്പാവയായ നവാബിൽ നിന്ന് ശേഖരിച്ചു എന്നതാണ്. അതോടൊപ്പം ബ്രിട്ടീഷ് കച്ചവടക്കാരോടും ഉദ്യോഗസ്ഥന്മാരോടും മേലിൽ സ്വകാര്യ കച്ചവടത്തിന് നികുതി പിരിക്കുകയില്ലെന്ന ഒരു ധാരണയിലും എത്തി. അപ്പോൾ അവർക്ക് സുഖമായിട്ട് കച്ചവടം നടത്താനും വേണ്ട വിധത്തിൽ സമ്പാദിക്കാനുമുള്ള ഒരു അവസരം ഈ പ്ലാസി യുദ്ധത്തോടു കൂടി കിട്ടി. അപ്പോൾ ബംഗാളി കവി നബീൻ ചന്ദ്ര സെന്നിൻ്റെ വാക്കുകളിൽ ഇന്ത്യയെ സംബന്ധിച്ച് ശാശ്വത മനോവേദനയുടെ രാത്രിയാണ് പ്ലാസി യുദ്ധത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷുകാർ മിർ ജാഫറിനെ ബംഗാളിലെ നവാബായി പ്രഖ്യാപിച്ച് പ്രതിഫലം നേടിയെടുക്കാനുള്ള ഒരുക്കമായിരുന്നു. അപ്പോൾ ബംഗാളിലും ബീഹാറിലും ഒറീസയിലും സ്വതന്ത്ര വ്യാപാരം നടത്താനുള്ള അനിഷേധ്യമായിട്ടുള്ള അവകാശം ആർക്ക് കിട്ടി? കമ്പനിക്ക് കിട്ടി. അപ്പോൾ കൽക്കട്ടയ്ക്ക് സമീപമുള്ള 24 പർഗാനകളുടെ ജമീന്ദാരി റൈറ്റും അവർക്ക് ലഭിച്ചു. അപ്പോൾ കൽക്കട്ട ആക്രമിച്ചതിനുള്ള നഷ്ടപരിഹാരമായി കമ്പനിക്കും നഗരത്തിലെ കച്ചവടക്കാർക്കും 1,77,00,000 രൂപയുടെ ഒരു തുക മിർ ജാഫർ നൽകി. അതുകൂടാതെ കമ്പനിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് സമ്മാനങ്ങൾ അഥവാ കൈക്കൂലിയും അയാൾ നൽകി. ഉദാഹരണത്തിന് ക്ലൈവിന് 2 ദശലക്ഷം രൂപയും വാട്സിന് 1 ദശലക്ഷം രൂപയും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലൈവ് പിൽക്കാലത്ത് കണക്ക് കൂട്ടിയത് എന്താണ്? കമ്പനിയും ഉദ്യോഗസ്ഥന്മാരും കൂടി 30 ദശലക്ഷം രൂപ കളിപ്പാവയായ നവാബിൽ നിന്ന് ശേഖരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം ബ്രിട്ടീഷ് ശേഖരിച്ചു എന്നാണ്. അതോടൊപ്പം ബ്രിട്ടീഷ് കച്ചവടക്കാരോടും ഉദ്യോഗസ്ഥന്മാരോടും മേലിൽ സ്വകാര്യ കച്ചവടത്തിന് നികുതി പിരിക്കുകയില്ല എന്ന് എന്ത് ചെയ്തു? ഒരു ധാരണ ഉണ്ടാക്കി. പിന്നെ പ്ലാസി യുദ്ധത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ അതിന് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അതായത് ബംഗാളിൻ്റെയും പിന്നീട് ആകമാന ഇന്ത്യയുടെയും ബ്രിട്ടീഷ് ആധിപത്യത്തിന് അത് വഴിയൊരുക്കുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ പദവി ഉയർത്തി ഇന്ത്യ സാമ്രാജ്യത്തിൻ്റെ അധിപതികളാകാനുള്ള പ്രധാന കക്ഷികളിലൊന്നായി അവരെ അത് ഒറ്റയടിക്ക് ഉയർത്തുന്നുണ്ട്. അപ്പോൾ ബംഗാളിൻ്റെ സമൃദ്ധമായ ഭൂനികുതി കൊണ്ട് ശക്തമായ ഒരു സൈന്യം കെട്ടിപ്പടുക്കുകയും രാജ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങളെ കീഴടക്കാനുള്ള ചെലവ് വഹിക്കുകയും ചെയ്തു. അപ്പോൾ ഇതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യൻ മണ്ണിൽ വേരൂന്നാനുള്ള ഒരു അവസരം ലഭിച്ചു. അപ്പോൾ ബംഗാളിൻ്റെ മേലുള്ള നിയന്ത്രണം ഇംഗ്ലീഷ് ഫ്രഞ്ച് യുദ്ധങ്ങളിലെ ഒരു പ്രധാന പങ്കായിരുന്നു. അതായത് അവസാനമായി പ്ലാസിയിലെ വിജയം ബംഗാളിലെ നിസ്സഹായരായ ജനങ്ങളുടെ ചെലവിലെ കമ്പനിക്കും ഉദ്യോഗസ്ഥർക്കും പറഞ്ഞറിയിക്കാനാവാത്തത്ര സ്വത്ത് സമ്പാദിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. അപ്പം ബ്രിട്ടീഷ് ചരിത്രകാരനായിട്ടുള്ള എഡ്വേർഡ് തോംസണും GD ഗാരറ്റും അഭിപ്രായപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു വിപ്ലവം സംഘടിപ്പിക്കുക എന്നതാണ് ലോകത്തിൻ്റെ ഏറ്റവും അധിക ധനം തരുന്ന ഇടപാട് എന്നുള്ളത്. അപ്പം സ്പെയിൻകാരനായിട്ടുള്ള കോർട്ടസിൻ്റെയും പിസാരോയുടെയും കാലത്തിന് ശേഷം സമാനതകളില്ലാതെ സ്വർണത്തോടുള്ള ഒരു അത്യാർത്തി ഇംഗ്ലീഷുകാരുടെ മനസ്സിൽ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്പെയിൻകാരനായിട്ടുള്ള കോർട്ടസിൻ്റെയും പിസാരോയുടെയും കാലത്തിന് ശേഷം സമാനതകളില്ലാതെ സ്വർണത്തോടുള്ള ഒരു അത്യാർത്തി ആർക്ക് വന്നു? ഇംഗ്ലീഷുകാർക്ക് വന്നു. രക്തം വാർന്ന് വിളർത്ത അവസ്ഥയിലാകുന്നത് വരെ ബംഗാള് സമാധാനമെന്തെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു വിപ്ലവത്തിലൂടെ സർവ്വ അധികാരങ്ങളും ആര് കയ്യിലെടുത്തു? ഇംഗ്ലീഷുകാരെ കയ്യിലെടുത്തു. ഇനി മിർ ജാഫറിൻ്റെ സ്ഥാനത്തിന് കമ്പനിയോട് കടപ്പെട്ടിരുന്നു എങ്കിലും തൻ്റെ ചെയ്തിയോർത്ത് താമസിയാതെ അദ്ദേഹം പശ്ചാത്തപിക്കുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട സമ്മാനങ്ങൾക്കും കൈക്കൂലികൾക്കുമായിട്ട് അയാളുടെ ഭണ്ഡാരം വേഗത്തിൽ ശൂന്യമായി. ഇതിന് നേതൃത്വം നൽകിയത് ക്ലൈവായിരുന്നു. കേണൽ മല്ലിസൺ അഭിപ്രായപ്പെട്ടതുപോലെ കമ്പനി ഉദ്യോഗസ്ഥരുടെ ഏക ലക്ഷ്യം തങ്ങൾക്ക് കഴിയുന്നതെല്ലാം കൈപ്പിടിയിൽ ഒതുക്കുക എന്നതായിരുന്നു. തങ്ങൾക്ക് തോന്നുമ്പോഴൊക്കെ കൈയിടാവുന്ന ഒരു സ്വർണ്ണച്ചാക്ക് എന്ന പോലെ അവരെ മിർ ജാഫറിനെ ഉപയോഗിച്ചു. കമ്പനിയെ മുമ്പെങ്ങുമില്ലാത്ത വണ്ണം ആർത്തി ഗ്രസിച്ചു. കാമധേനുവിനെ കണ്ടെത്തിയെന്നും ബംഗാളിൻ്റെ സമ്പത്ത് അവസാനിക്കാത്തതാണെന്നും കരുതി മദ്രാസ് ബോംബെ പ്രസിഡൻസിയുടെ ചെലവുകൾ ബംഗാൾ വഹിക്കണമെന്നും ഇന്ത്യയിൽ നിന്നുള്ള കമ്പനിയുടെ എല്ലാ കയറ്റുമതി സാധനങ്ങളും ഭൂനികുതി ഉപയോഗിച്ച് വാങ്ങണമെന്നും കമ്പനി ഡയറക്ടർമാർ ഉത്തരവിട്ടു. അതായത് മദ്രാസ് ബോംബെ പ്രസിഡൻസിയുടെ ചെലവുകൾ ബംഗാൾ വഹിക്കണമെന്നും ഇന്ത്യയിൽ നിന്നുള്ള കമ്പനിയുടെ എല്ലാ കയറ്റുമതി സാധനങ്ങളും ഭൂനികുതി ഉപയോഗിച്ചുകൊണ്ട് വാങ്ങണമെന്നും കമ്പനി ഡയറക്ടർമാർ ഉത്തരവിടുന്നുണ്ട്. അപ്പോൾ ഇനിയും കമ്പനി ഇന്ത്യയുമായി കച്ചവടം ചെയ്യുക മാത്രമല്ല, ബംഗാളിൻ്റെ നവാബിന് മേലുള്ള നിയന്ത്രണം ആ പ്രവിശ്യയുടെ
സമ്പത്തിനെ ഊറ്റിയെടുക്കാൻ ഉപയോഗിക്കുക കൂടി ചെയ്യുമെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം ഒരു പ്ലാസി യുദ്ധത്തിന് ശേഷമുണ്ടായ സംഭവ വികാസങ്ങൾ, മിർജാഫർ സിറാജുദ്ദൗളയെ ചതിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് ഏറ്റ ചതി അദ്ദേഹത്തിന് മനസ്സിലാവുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് എപ്പോഴും കൈയിടാവുന്ന ഒരു സ്വർണ്ണച്ചാക്ക് പോലെയായിരുന്നു അവർ ബ്രിട്ടീഷുകാർ മിർജാഫറിനെ ഉപയോഗപ്പെടുത്തിയത്. അങ്ങനെ കമ്പനിയുടെയും അതിൻ്റെ ഉദ്യോഗസ്ഥരുടെയും ആവശ്യങ്ങൾ മുഴുവൻ നടത്തിക്കൊടുക്കുന്നത് അസാധ്യമാണെന്ന് ആർക്ക് മനസ്സിലായി? മിർജാഫറിന് മനസ്സിലായി. അപ്പം തങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റുവാനുള്ള നവാബിൻ്റെ കഴിവില്ലായ്മയെക്കുറിച്ച് കമ്പനി ഉദ്യോഗസ്ഥർ വിമർശിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ 1760 ഒക്ടോബറിൽ മരുമകന് മിർ കാസിമിന് വേണ്ടി സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാൻ അയാളെ അവർ നിർബന്ധിച്ചു. ഇതിന് പകരമായി മിർ കാസിം എന്ത് ചെയ്തു? കമ്പനിക്ക് ബർദ്വാൻ, മിഡ്നാപൂർ, ചിറ്റഗോങ് ജില്ലകളുടെ ജമീന്ദാർ പദവി അനുവദിച്ചു കൊടുത്തു. ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥർക്ക് മൊത്തം 29 ലക്ഷം രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളും നൽകി. ഇവിടെ മിർജാഫർ ഭരിക്കാൻ ഉത്തമനല്ല എന്ന് കണ്ട് അവരെ മാറ്റി നിർത്തുക, അതായത് അവരുടെ കളിപ്പാവയായി നിർത്താൻ കഴിയുന്നില്ല എന്ന് കണ്ടിട്ട്, അതായത് ഭരിക്കാനുള്ള ശേഷിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തുക. അപ്പോൾ ഈ പകരം മിർകാസിമിനെ മാറ്റി നിർത്തുക. അപ്പോൾ ഈ മിർകാസിമിനെ കൊടുക്കുമ്പോൾ അതിന് പകരമായിട്ട് ബർദ്വാൻ, മിഡ്നാപൂർ, ചിറ്റഗോൺ ജില്ലകളുടെ ജമീന്ദാരി റൈറ്റ് ആർക്ക് കൊടുക്കുന്നുണ്ട്? ഇംഗ്ലീഷുകാർക്ക് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല 29 ലക്ഷം രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളും നൽകുന്നുണ്ട്. എന്നാൽ മിർകാസിമിൻ്റെ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ബംഗാളിലെ ഇംഗ്ലീഷുകാരുടെ ശക്തി വർദ്ധിച്ചു. കഴിവും കാര്യപ്രാപ്തിയുമുള്ള ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്ന അദ്ദേഹം വിദേശ നിയന്ത്രണത്തിൽ നിന്ന് വിടർത്താൻ ദൃഢനിശ്ചയമെടുത്തു. നിറഞ്ഞ ഭണ്ഡാരവും കാര്യപ്രാപ്തിയുള്ള ഒരു സൈന്യവും തൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്താൻ ആവശ്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ സാമൂഹിക ആക്രമണങ്ങൾ തടയാനും അതുപോലെ ഭൂനികുതി ഭരണത്തിൽ നിന്ന് അഴിമതി മാറ്റി വരുമാനം വർദ്ധിപ്പിക്കാനും യൂറോപ്യൻ രീതിയിൽ അച്ചടക്കമുള്ള ഒരു ആധുനിക സൈന്യത്തെ ഉയർത്തിയെടുക്കാനും ശ്രമിച്ചു. അപ്പോൾ ഇതൊന്നും തന്നെ ഇംഗ്ലീഷുകാർ ഇഷ്ടപ്പെട്ടതായിരുന്നില്ല. ഇതിനെല്ലാം പുറമെ കമ്പനിയുടെ ഉദ്യോഗസ്ഥരെ 1717 ഫെർമൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ദുരുപയോഗപ്പെടുത്താൻ തുടങ്ങി. ഇത് തടയാൻ ശ്രമിച്ച നവാബിൻ്റെ നടപടികളിൽ അവർക്ക് നീരസം, അതായത് അവർക്ക് വെറുപ്പുണ്ടായി. കയറ്റുമതിക്കായാലും ആഭ്യന്തര ഉപയോഗത്തിനായാലും ചരക്കുകൾക്ക് നികുതി ഒഴിവാക്കി തരണമെന്ന് കമ്പനി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. ഇത് ഇന്ത്യക്കാരായുള്ള കച്ചവടക്കാർക്ക് ഹാനികരമായിരുന്നു. അപ്പോൾ വിദേശികൾക്ക് നികുതി പൂർണ്ണമായും ഒഴിവാക്കി കിട്ടിയ സാധനങ്ങൾ അവർ കച്ചവടം ചെയ്യുമ്പോൾ നികുതി അടയ്ക്കണം. അതുമല്ല, കമ്പനിയുടെ ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി ദാസുകൾ, അതായത് ഫ്രീ പാസുകൾ സുഹൃത്തുക്കളായ ഇന്ത്യൻ കച്ചവടക്കാർക്ക് വിൽക്കുകയും അങ്ങനെ ആഭ്യന്തര ചുങ്കങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ വേണ്ടി അവസരമൊരുക്കുകയും ചെയ്തു. ഇതും ഖജനാവിലേക്ക് കൃത്യമായ ക്യാഷ് വരുന്നതിന് തടസ്സമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. ഇങ്ങനെ കമ്പനിയുടെ ദുഷ്പ്രവൃത്തികൾ മര്യാദയല്ലാത്ത മത്സരത്തിലൂടെ സത്യസന്ധമായ ഇന്ത്യൻ കച്ചവടക്കാരെ തകർക്കുകയും നവാബിൻ്റെ ഒരു പ്രധാന വരുമാന സ്രോതസ്സിനെ ഇല്ലാതാക്കുകയും ചെയ്തു. ഇതിനോടൊപ്പം കമ്പനി ഉദ്യോഗസ്ഥരും സമ്മാനങ്ങളും കൈക്കൂലിയും നൽകണമെന്ന് ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥരെയും ജമീന്ദാർമാരെയും അവർ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ കൈവേലക്കാരെയും കർഷകരെയും കച്ചവടക്കാരെയും സാധനങ്ങൾ കുറച്ച് വിലയ്ക്ക് വിൽക്കാനും കൂടിയ വിലക്കുള്ള സാധനങ്ങൾ തങ്ങളിൽ നിന്ന് വാങ്ങാനും, അതായത് ബ്രിട്ടീഷുകാരിൽ നിന്ന് വാങ്ങാൻ അവർ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ വിസമ്മതിച്ച ആളുകളെ അവർ ചാട്ടവാറ് കൊണ്ടടിക്കുകയും ബന്ധനസ്ഥരാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമീപകാലത്ത് ഒരു ബ്രിട്ടീഷ് ചരിത്രകാരനായിട്ടുള്ള പെർസിവൽ സ്പിയർ ഈ ഒരു കാലത്തെക്കുറിച്ച് പറയുന്നത് പരസ്യവും നാണംകെട്ടവുമായ കൊള്ളയുടെ കാലഘട്ടമെന്നാണ്. വാസ്തവത്തിൽ ബംഗാളിൻ്റെ പ്രശസ്തമായ സമൃദ്ധി നശിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ ദുഷ്പ്രവൃത്തികൾ തുടർന്നാൽ ബംഗാളിനെ ശക്തമാക്കുന്നതോ കമ്പനിയുടെ നിയന്ത്രണത്തിൽ നിന്ന് സ്വയം സ്വതന്ത്രമാക്കുന്നതോ പ്രതീക്ഷിക്കാൻ കഴിയില്ലെന്ന് ആര് പറഞ്ഞു? മിർ കാസിം മനസ്സിലാക്കി. എന്നാൽ അതുകൊണ്ട് തന്നെ ആഭ്യന്തര കച്ചവടത്തിന്മേലുള്ള എല്ലാ നികുതികളും അദ്ദേഹം എടുത്തു കളഞ്ഞു. ഇങ്ങനെ ഇംഗ്ലീഷുകാർ ബലമായി പിടിച്ചെടുത്ത ആനുകൂല്യം പ്രജകൾക്ക് അദ്ദേഹം അനുവദിച്ചു നൽകി. എന്നാൽ വിദേശികളായ കച്ചവടക്കാർ തങ്ങൾക്കും ഇന്ത്യക്കാർക്കുമിടയിൽ സമത്വം സഹിക്കുമായിരുന്നില്ല. അപ്പം അതായത് വിദേശികളായ കച്ചവടക്കാർ ഇന്ത്യക്കാർക്കും അവർക്കുമിടയിലുള്ള സമത്വം അവർക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യൻ കച്ചവടക്കാരുടെ മേൽ ചുങ്കങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ ഏകദേശം യുദ്ധം തുടങ്ങാറായി. അങ്ങനെ ബംഗാളിലെ 2 യജമാനന്മാർ
ഒന്നിച്ചു വാഴാൻ കഴിയുമായിരുന്നില്ലെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഘടകം. സ്വതന്ത്രനായ ഭരണാധികാരിയാണെന്ന് മിർ ഖാസിം വിശ്വസിച്ചപ്പോൾ തങ്ങളുടെ കൈകളിലെ ഒരു ഉപകരണമായി മാത്രം പ്രവർത്തിക്കണമെന്ന് ഇംഗ്ലീഷുകാർ ആവശ്യപ്പെട്ടു. ഇത് പ്രശ്നങ്ങൾക്ക് വഴിതെളിച്ചു. അങ്ങനെ 1763 തുടർച്ചയായ പോരാട്ടത്തിൽ ഖാസിം പരാജിതനാവുകയും അവധിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം അവധിലെ നവാബായ ഷുജാഉദ്ദൗലയുമായും അലഞ്ഞു തിരിയുന്ന മുഗൾ ചക്രവർത്തിയായ ഷാ ആലം രണ്ടാമനുമായും ചേർന്ന് ഒരു സഖ്യമുണ്ടാക്കി. ഈ 3 സഖ്യങ്ങളും കമ്പനിയുടെ സൈന്യവുമായി ബക്സാറിൽ വെച്ച് 1764 ഒക്ടോബർ 22 കൊമ്പുകോർക്കുകയും തീർത്തും പരാജിതരായി മാറുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യ ചരിത്രത്തിലെ സുപ്രധാന യുദ്ധങ്ങളിലൊന്നായിട്ടുള്ള ഇത് 2 പ്രധാന ഇന്ത്യൻ ശക്തികളുടെ ഒന്നിച്ചു ചേർക്കപ്പെട്ട സൈന്യത്തിൻ്റെ മേധാവിത്വം തെളിച്ചു കാട്ടുന്നതായിരുന്നു. അത് ബ്രിട്ടീഷുകാരെ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവയുടെ യജമാനന്മാരായി ഉറപ്പിക്കുകയും അവധിലെ അവരുടെ കാരുണ്യത്തിലാക്കുകയും ചെയ്തു. 1765 ഗവർണറായി ബംഗാളിലേക്ക് മടങ്ങി വന്ന ക്ലൈവ് അധികാരത്തിനുള്ള അവസരം വിനിയോഗിക്കാനും ക്രമേണ ഗവൺമെൻറ്റിൻ്റെ അധികാരം നവാബിൽ നിന്ന് കമ്പനിയിലേക്ക് മാറ്റാനും തീരുമാനിച്ചു. 1765 ആര് ഗവർണറായി വന്നു? ക്ലൈവ് അധികാരത്തിൽ വന്നു. അപ്പോൾ 1763 ബ്രിട്ടീഷുകാർ മിർ ജാഫറിനെ നവാബായി വീണ്ടും അവരോധിക്കുന്നുണ്ട്. അപ്പം കമ്പനിക്കും ഉയർന്ന ഉദ്യോഗസ്ഥർക്കും വേണ്ടി ഭീമമായ തുക പിരിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം മിർ ജാഫറിൻ്റെ മരണശേഷം രണ്ടാമത്തെ പുത്രനായ നിസാമുദ്ദൗളയെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കുകയും പകരമായി അദ്ദേഹത്തെ കൊണ്ട് 1765 ഫെബ്രുവരി 20 ഒരു പുതിയ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഉടമ്പടി പ്രകാരം നവാബ് സൈന്യത്തിൻ്റെ ഭൂരിഭാഗത്തെയും പിരിച്ചുവിടുകയും കമ്പനി നിർദ്ദേശിക്കുന്ന ഒരു ഡെപ്യൂട്ടി സുബേദാറിൽ കൂടി ബംഗാളിനെ ഭരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ അംഗീകാരമില്ലാതെ ഇയാളെ തലസ്ഥാനത്ത് നിന്ന് മാറ്റാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ബംഗാളിലെ മരണത്തിൽ അല്ലെങ്കിൽ നിസാമത്ത് അധികാരത്തിൽ കമ്പനി അങ്ങനെ പരമമായ നിയന്ത്രണം നേടിയെടുക്കുന്നുണ്ട്. അങ്ങനെ കമ്പനിയുടെ ബംഗാൾ കൗൺസിലിലെ അംഗങ്ങൾ ഒരിക്കൽ 15 ലക്ഷത്തോളം രൂപ പുതിയ നവാബിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോഴും പേരിന് മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലവനായ ഷാ ആലം രണ്ടാമനിൽ നിന്ന് ബീഹാർ, ബംഗാൾ, ഒറീസ എന്നിവിടങ്ങളിലെ ദിവാനി റൈറ്റ് ആര് കൈവശപ്പെടുന്നുണ്ട്? നമ്മുടെ ബ്രിട്ടീഷുകാർ കൈവശപ്പെടുന്നുണ്ട്. അങ്ങനെ ബംഗാളിന്മേലുള്ള നിയന്ത്രണം നിയമവിധേയമാക്കുകയും ആജ്ഞയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. പകരം കമ്പനി അദ്ദേഹത്തിൻ്റെ 26 ലക്ഷം രൂപ ആനുകൂല്യമായി നൽകുകയും കോറ, അലഹബാദ് ജില്ലകൾ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷുകാരുടെ തടവുകാരനെ പോലെ 6 വർഷം ചക്രവർത്തി അലഹബാദ് കോട്ടയിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവധിലെ നവാബായ ഷുജാഉദ്ദൗല യുദ്ധത്തിന് നഷ്ടപരിഹാരമായി 5 ദശലക്ഷം രൂപ കമ്പനിക്ക് നൽകാൻ നിർബന്ധമാകുന്നുണ്ട്. അപ്പോൾ തന്നെയുമല്ല 2 കൂട്ടരും ഒരു സഖ്യത്തിൽ ഒപ്പിടുകയും അതനുസരിച്ച് സഹായത്തിനെത്തുന്ന സൈന്യത്തിൻ്റെ സേവനങ്ങൾ പണമടയ്ക്കുമെന്നുണ്ടെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു ആക്രമണത്തിനെതിരായി പിന്തുണയ്ക്കാമെന്ന് കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സഖ്യം നവാബിനെ കമ്പനിയുടെ ഒരു ആശ്രിതനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് 1765 ആര് ഗവർണറാവുന്നത്? ക്ലൈവ് ഗവർണറായി മാറുന്നത്. ക്രമേണ അദ്ദേഹം ഗവൺമെൻറ് അധികാരം നവാബിൽ നിന്ന് കമ്പനിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. 1763 ബ്രിട്ടീഷുകാർ മിർ ജാഫറിനെ വീണ്ടും നവാബാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പൗത്രനായ നിസാമുദ്ദൗല വരുന്നുണ്ട്. 1765 ഫെബ്രുവരി 20 ഇവർ തമ്മിലൊരു സന്ധിയിൽ ഒപ്പുവെക്കുകയാണ്. ഇതനുസരിച്ച് നവാബ് സൈന്യത്തിൻ്റെ ഭൂരിഭാഗത്തെയും പിരിച്ചുവിടുകയും കമ്പനി നിർദ്ദേശിക്കുന്ന ഒരു ഡെപ്യൂട്ടി സുബേദാറിൽ നിന്ന് ബംഗാളിനെ ഭരിക്കുകയും വേണം. അപ്പം കമ്പനിയുടെ അംഗീകാരമില്ലാതെ ഇയാളെ തലസ്ഥാനത്ത് നിന്ന് മാറ്റാനും പറ്റില്ല. അപ്പം ബംഗാളിൻ്റെ ഭരണത്തിൽ അങ്ങനെ പരമമായ നിയന്ത്രണം നേടിയെടുക്കുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ ബംഗാൾ കൗൺസിലിലെ അംഗങ്ങൾ ഒരിക്കൽ 15 ലക്ഷത്തോളം രൂപ പുതിയ നവാബിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഷാ ആലം രണ്ടാമൻ എന്ന മുഗൾ രാജാവിൽ നിന്ന് ബീഹാർ, ബംഗാൾ, ഒറീസ എന്നിവിടങ്ങളിലെ ദിവാനി റൈറ്റ് ആര് വാങ്ങിയെടുക്കുന്നുണ്ട്? കമ്പനി വാങ്ങിയെടുക്കുന്നുണ്ട്. ഇതേ ബംഗാളിന്മേലാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. അങ്ങനെ ബംഗാളിന്മേലുള്ള നിയന്ത്രണം നിയമവിധേയമാക്കുകയും ഇന്ത്യയുടെ ഏറ്റവും സമൃദ്ധമായ പ്രവിശ്യയുടെ ഭൂനികുതി വരുമാനം ആർക്ക് കിട്ടി? ബ്രിട്ടീഷുകാർക്ക് കിട്ടി. പകരം കമ്പനി അദ്ദേഹത്തിന് 25 ലക്ഷം രൂപ ആനുകൂല്യമായി നൽകുന്നുണ്ട്. അപ്പോൾ കോറ, അലഹബാദ് ജില്ലകൾ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്കാരുടെ തടവുകാരനെ പോലെ 6 വർഷം ചക്രവർത്തി അലഹബാദ് കോട്ടയിൽ താമസിച്ചു. ഏത് ചക്രവർത്തി? നമ്മുടെ
ഷാ ആലം ചക്രവർത്തി. അപ്പോൾ അവധിലെ നവാബായ ഷുജാഉദ്ദൗള യുദ്ധത്തിന് നഷ്ടപരിഹാരമായി 5 ദശലക്ഷം രൂപ കമ്പനിക്ക് നൽകാൻ നിർബന്ധനായി. മാത്രമല്ല രണ്ടു കൂട്ടരും ഒരു സഖ്യത്തിൽ ഒപ്പിടുകയും അതനുസരിച്ച് സഹായത്തിനെത്തുന്ന സൈന്യത്തിൻ്റെ സേവനങ്ങൾക്ക് പണമടയ്ക്കുമെന്നുണ്ടെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു ആക്രമണത്തിനെതിരായിട്ട് പിന്തുണയ്ക്കാമെന്ന് കമ്പനി വാഗ്ദാനം ചെയ്തു. അപ്പോൾ ഈ സഖ്യം നവാബിനെ കമ്പനിയുടെ ഒരു ആശ്രിതനാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇന്ന് ബംഗാളിലെ ഭരണത്തിലുണ്ടായിരുന്നുള്ള ഇരട്ട സംവിധാനത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.